Hi everyone, welcome back to my YouTube channel. This is Dr. Satyan. പലരും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാവുന്ന ഒരു വിഷയമാണ് അബോർഷൻ. നമ്മുടെ സമൂഹവും കുടുംബവും എല്ലാം ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു പൊതുബോധമാണ് അബോർഷനെ കുറിച്ച് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ആ പൊതുബോധത്തിനപ്പുറം അബോർഷൻ അനിവാര്യമായ ചില അടിയന്തര ഘട്ടങ്ങളുണ്ട്. അതിലേക്കെല്ലാം വിശദമായി നമുക്ക് വരാം. അതിനു മുമ്പായി അബോർഷന് തയ്യാറാവുമ്പോൾ പങ്കാളികൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനമെടുക്കണം. ഏകപക്ഷീയമായ ഒരു തീരുമാനം ഒരിക്കലും ഈ വിഷയത്തിൽ ഉചിതമല്ല. അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കും. അതും നമ്മൾ തന്നെ നേരിടേണ്ടി വരും. ഹലോ. ഇനി എന്തു പറ്റിയടി? കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പോഴും നീ ഹോസ്പിറ്റലിലാണോ? കഴിഞ്ഞിക്കണ്. ക്ഷീണത്തിനൊരു ട്രിപ്പ് ഇട്ടുണ്ട്, കഴിഞ്ഞാ പോവാ. അജ്മലോ കൂടല്ലേ? ഒപ്പം തന്നെ ഉണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങളെല്ലാരും വരാന്ന് പറഞ്ഞ ദിവസം തന്നെ എനിക്ക് ഈ ക്ഷീണം വന്നു. സാരല്ലേടി, ഇല്ലെങ്കിൽ നമുക്കൊക്കെ ഒന്ന് കാണായിരുന്നു അല്ലേ? അതിച്ച് വരണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ ഇപ്പൊ വേണേലും വരാം. വരണോ? വേണ്ടടി, ഇന്ന് വേണ്ട. എനിക്കൊന്ന് വീട്ടിലെത്തിയിട്ട് കിടന്നാ മതിയെന്നുണ്ട്. പിന്നെ നിന്റെ പുതിയ ജോലിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സെറ്റാണ്. ചീഫ് ഇത്തിരി മുരടനാണ്. ട്രെയിനിങ് പീരീഡ് അല്ലേ, സഹിച്ചോളാം. ഡെലിവറി കഴിഞ്ഞിട്ട് വേണം എനിക്കും കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. നിന്റെ ഡെലിവറിയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ എങ്ങനെയാടി നീ ഇതൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം? വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ. ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും കൂടെ വേണ്ടേ? ഇനിയാ ഈ ടെൻഷൻ ആവണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് നോക്കാന്നേ. നിന്റെ ജാഫിനോട് പറഞ്ഞോളുണ്ട് എടുത്തു ചാടി കല്യാണമൊന്നും വേണ്ടെന്ന്. അത് ഞാൻ അവനോട് പറഞ്ഞിക്കണേ. രണ്ടിലൊരാൾക്ക് സേഫ് ആയിട്ടൊരു ജോലി ഇല്ലാതെ ഞാൻ കല്യാണത്തിന് ഇല്ലാന്ന്. ജാഫി ഇപ്പൊ ഗൾഫിൽ പോവാൻ നോക്കാ. അതായി നല്ലത്. അനക്കല്ലേലും നല്ല തീരുമാനങ്ങൾ എടുക്കറിയാം. അനക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയില്ലേ? അജ്മലിന്റെ കൂടെ ഞാൻ ഹാപ്പിയൊക്കെയാണ്. പക്ഷെ അത് അങ്ങനെയല്ലടി. അവനൊരു ജോലി ഇല്ലാത്തതിന്റെ കുറവ് നല്ലോണം ഉണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കല്യാണത്തിന് എഴുതിച്ചാലോ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഞാനാണെങ്കിൽ പ്രഗ്നന്റ്. ആശുപത്രിയാണ് സമയം. ആലോചിക്കുക എപ്പോഴും അജി ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണ്.
ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറയും. നല്ല ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ട്. എനിക്ക് എങ്ങനെയാലും ഒരു ജോലി സെറ്റാക്കി കൊടുക്ക്. ആടാ, എനിക്ക് മനസ്സിലാവും. ഞാൻ ട്രൈ ചെയ്യാം. വെറുതെ പറഞ്ഞൊഴിയാൻ നോക്കല്ല, കാര്യമായിട്ട് തന്നെ ശ്രമിക്കാം. ഞാൻ വിളിക്കണ്ട്. എന്നാ ശരിടാ. ഇനി എന്താ ജി? ഞാൻ കുളിക്കുകയാണ്. എനിക്ക് എന്നോടൊന്ന് സംസാരിക്കണം ഇമ്മീഡിയറ്റ്ലി. എനിക്കെൻ്റെ കയ്യിൽ നിന്ന് പോകണ്ട്. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അപ്പോഴേക്കും നീ ഫുഡ് വല്ലതും വാങ്ങിച്ചു വയ്ക്ക്. ഇവിടെ ഒന്നുമില്ല. എന്താ ജി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു? ആരാ പൊളിച്ച്? ഷറഫു. എന്താ പറഞ്ഞോളോട്? ആശുപത്രിയിലാണെന്ന്. ഓരെല്ലാരും കൂടി വന്നാ ഇവിടെ കഴിക്കാൻ കൊടുക്കുക ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ? നിനക്ക് നല്ല വിഷമുണ്ടല്ലേ ഓളോട് നിങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ലാണ്ടിരിക്കുമോ? അവരൊക്കെ വന്നൊന്ന് സംസാരിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിലും ഞാനും ഇവിടെ ഒറ്റയ്ക്കല്ലേ. അജി ഇപ്പം എന്നോട് സംസാരിക്കൊന്നുമില്ലല്ലോ. എടി, നിന്നോട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയി പറയട്ടെ. നമുക്ക് പിരിഞ്ഞാലോ? ആലോചിച്ചപ്പോൾ എനിക്കതാ നല്ലത് തോന്നുന്നു. പിരിയാൻ വേണ്ടിയിട്ടാണോ നമ്മൾ എവിടെ വരെ എത്തിയത്, എന്നെ അവസ്ഥയിലാക്കിയത്? വയ്യടി, എനിക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റണില്ല. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പറ്റണില്ല. എനിക്കിപ്പോഴാണ് അതൊക്കെ തോന്നണേ. 1-2 കൊല്ലം എന്റെ പുറകെ നടന്നു. ഞാൻ അന്നും നിന്നോട് പറഞ്ഞു വേണ്ട വേണ്ട. അപ്പൊ നിനക്ക് തോന്നിയില്ല. പിന്നെ എന്റെ മനസ്സ് ഇളക്കി പ്രേമെന്ന് പറഞ്ഞു 3 കൊല്ലം. അപ്പോഴും എനിക്ക് തോന്നിയില്ലല്ലേ. പിന്നെല്ലാം തീർന്നപ്പോ അടക്കിന് മടുത്തു. അങ്ങനെ അല്ലടി, ഈ എന്നൊന്നും മനസ്സിലാക്ക. എനിക്കറിയാം, എന്നെ പോലെ തന്നെ ഈയും നിന്റെ വീടും വീട്ടുകാരും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വൈകിട്ടില്ല. നമുക്ക് നല്ലൊരു തീരുമാനത്തോടെ. ഓക്കെ, നമുക്ക് പിരിയാം. അപ്പൊ ഇതോ ജീവനുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ കൊടുത്ത ജീവൻ. അതെന്താ ചെയ്യണ്ടേ? ആ കുഞ്ഞിന്റെ ആരോഗ്യപരമായ അവസ്ഥ, ഒട്ടും പ്രിപ്പയർഡ് ആവാതെ പെട്ടെന്നുള്ള ഗർഭധാരണം, കവിതാക്കൾക്കിടയിലെ ഗർഭം, ഹിഡൻ റിലേഷനിൽ സംഭവിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അബോർഷന് പ്രസക്തിയുണ്ട്. നമുക്കിത് റിമൂവ് ചെയ്യാം. വേറെ ഓപ്ഷൻ ഇല്ലടി. ഞാൻ സമ്മതിക്കൂല. പിന്നെ ഇതും പറഞ്ഞ് എന്റെ ഫ്യൂച്ചർ കളയാൻ എനിക്ക് പറ്റില്ല. എന്റെ ബൈക്കും ഫോണും പോയി. എന്റെ ഫ്രണ്ട്സ് എല്ലാം വെളിയിൽ പോയി അടിച്ചു പൊളിക്കണം. വെളിയിൽ പോയാലേ എനിക്കൊരു ജോലി കിട്ടൂ. നിന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് എനിക്കൊരു പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് പിരിയാം. ഇനി നീ ഇങ്ങനെ മിണ്ടാതെ പോയതുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കണം. ഡിസിഷൻ വേണം. നീ നിന്റെ ഫ്യൂച്ചർ മാത്രമേ ചിന്തിച്ചോളൂ. അപ്പൊ എന്റെ ഫ്യൂച്ചറോ? എന്റെ അച്ഛനുള്ളിടത്തോളം കാണാൻ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. എനിക്ക് എന്തിനും ഏതിനുണ്ടായിരുന്ന എന്റെ അമ്മ പോലും ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. എന്നെ മറന്നു, എന്നെ ഒഴിവാക്കി. അതുകൊണ്ട് ഞാൻ എവിടേക്കോ പോകേണ്ടതെന്ന് പറ. തെരുവിലേക്കോ? അവിടെ പോയി എനിക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരും കിട്ടും.
അതാണ് നീ ഇല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ. അത് മറക്കണ്ട. ഹലോ, മണല KCB ഓഫീസിലാണ്. ബില്ല് ഇതുവരെ അടച്ചിട്ടില്ല. നിങ്ങൾ ഈ നമ്പറിൽ കുറേ വിളിക്കുന്നു. ഇനിയും അടച്ചിട്ടില്ലെങ്കിൽ 6572 കൺസ്യൂമർ നമ്പറിലെ കണക്ഷൻ ഞങ്ങൾ കട്ട് ചെയ്യൂട്ടോ. ജിഷ്ണു, വൈകുന്നേരത്ത് ബാംഗ്ലൂർക്ക് എനിക്കൊരു ടിക്കറ്റ് വേണം. എടാ, ഞാൻ ട്രാവൽസിൽ വർക്ക് ചെയ്ത് വിചാരിച്ചിട്ട് നീ വിളിക്കുമ്പോൾ ടിക്കറ്റ് എടുത്താൻ പറ്റുമോ? ടിക്കറ്റ് ഒക്കെ ഫുള്ളാ. ഈ എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് ടിക്കറ്റ് വേണം. കാശ് ഞാൻ 2 ദിവസം കൊണ്ട് തരാം. നല്ല രീതിയിൽ ഞാൻ അവളോട് പറഞ്ഞു. കേൾക്കണില്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പറ്റൂല. ഞാൻ പോവുക. പോവാണോ? എങ്ങനെയാ പോകുന്നേ? ബസ്സിനോ? ശരി, സമയം കളയണ്ട, പോയിക്കോ. ഞാൻ പോയാൽ നീ എന്ത് ചെയ്യും? അത് നീ എന്തിനാ അറിയണേ? അജീന് എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. പോവാൻ തീരുമാനിച്ചില്ലേ? പോയിക്കോ. അജി, ഒരു കാര്യം കൂടെ. കുഞ്ഞിനോട് ഞാൻ അച്ഛനെ കുറിച്ച് എന്തു പറയണം? ഇനി നീ അതെന്നെ പോകാൻ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും പുറകെ നോക്കിയിരുന്നേ. എന്നോട് ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? ഈ സമ്മതിക്കാത്തോണ്ടല്ലേ? നിന്നെ ഞാൻ പിടിച്ചു വെച്ചിരിക്കൊന്നുമല്ല. നിനക്ക് പോവാം. എനിക്കിതും കൂടെ ഒന്ന് പറഞ്ഞതാ. നീ എന്ത് വേണേലും പറഞ്ഞു കൊടുത്തോ. അവന്റെ അച്ഛനൊരു ധൈര്യം ഇല്ലാത്തവനാണെന്നോ, അല്ല എന്നെ ഇട്ടിട്ട് പോയിന്നോ, അല്ലെങ്കിൽ മരിച്ചു പോയിന്നോ, അനക്കിനെ പറ്റി എന്ത് തോന്നുന്നോ അത് പറഞ്ഞു കൊടുക്കും. എനിക്കങ്ങനെ പറയാൻ കഴിയില്ല അജി. I still love you. അനക്കൊരു കാര്യം അറിയോ? കുറച്ച് കാലമായി ഒരു കടന്നൽ കൂട്ട് എനിക്ക് ചുറ്റും വട്ടം കറങ്ങാൻ തുടങ്ങിയിട്ട്. അത് ചിലപ്പോൾ കുത്തി നോവിക്കും, ചിലപ്പോൾ ബൂന്ന് ശബ്ദം ഉണ്ടാക്കി എന്നെ ചുറ്റും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. അജി, കുറച്ചു നേരം ഇവിടെ ഇരിക്കേ. കടന്നലൊക്കെ താനെ പൊക്കോളും. അതിപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലടി, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എവിടെ പോയാലും അതെൻ്റെ കൂടെ ഉണ്ടാവും. എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എനിക്കിനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? നമ്മളൊരുമിച്ച് നല്ലൊരു ഫ്യൂച്ചർ ഇല്ല.
തുടങ്ങാനുള്ള ജിക്കി. നീ എന്തേ ചിന്തിച്ചു കൂട്ടിയെ? അതിന് മാത്രം എന്തോട് സംഭവിച്ചേ? കുളി കഴിഞ്ഞ വരെ നിനക്കൊന്ന് കാത്തോടായിരുന്നോ?